സാർ, ബംഗ്ലാദേശിലെ പുതിയ ഒരു ഭരണം വരുന്നു. അത് ഭാരതത്തിനും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതായത് താരിഖ് റഹ്മാൻ എന്ന BNP അല്ലേ സാർ, BNP എന്ന പാർട്ടി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അതെ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. സാർ, അതായത് ഈ ബീഗം ഷെയ്ഖ് ഹസീനയുടെ പിന്നെ ഭരണത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഭാരതം എങ്ങനെയാണ് ഇതിനെ ഉറ്റുനോക്കുന്നത്? ഭാരതവുമായിട്ടുള്ള ബന്ധം ഈ പുതിയ ഭരണാധികാരി നല്ല രീതിയിൽ കൊണ്ടുപോകുമോ? പൊതുവെ ഇന്ത്യയുടെ ഒരു സുഹൃത്താണ് ബംഗ്ലാദേശ്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന യൂനിസ് എന്ന് പറയുന്ന താൽക്കാലിക പ്രസിഡന്റ് മുഹമ്മദ് യൂനിസ്, അദ്ദേഹം നമ്മളെ ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധത്തെ ഒക്കെ തന്നെ വല്ലാതെ കെടുത്തത്തക്ക രീതിയിൽ, നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെ വല്ലാതെ മോശമാക്കുന്ന രീതിയിൽ പാകിസ്ഥാനോടും മറ്റു രാജ്യങ്ങളോടും നമുക്കറിയാവുന്നുള്ളത് ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന നമ്മുടെ അതിർത്തിയെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ നമ്മോട് സംസാരിച്ച ഒരു നേതാവാണ്. സാർ, ഒന്ന് ചുരുക്കി പറയാമോ, ഇന്ത്യ എങ്ങനെ മുന്നോട്ട് ഈ പറയുന്ന രീതിയിൽ പുതിയ നേതാവ് താരിഖ് റഹ്മാനുമായി മുന്നോട്ട് പോകുന്നു? എങ്ങനെയായിരിക്കും ബന്ധം? കഴിഞ്ഞ ഏതാണ്ട് 15 വർഷത്തോളം വളരെ സൗഹൃദ ബന്ധമുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. അതിനിടയിലാണ് 2024 ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം, അതൊരു ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഒരു പ്രക്ഷോഭമാണ്. പ്രധാനമായിട്ടും ജമായത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്ത ഒരു ജൻസി കലാപം എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടതും പുറത്തു പോകേണ്ടി വന്നത്. അപ്പോൾ ഏതാണ്ട് 2 വർഷത്തെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന്റെ അതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ബംഗ്ലാദേശികളെ സംബന്ധിച്ചും ഒരു പരിധിവരെ ആശ്വാസകരമാണ് അവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP എന്നുള്ള പാർട്ടി അവിടെ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ അവസാനത്തെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്ത് വന്നതിൽ 299 സീറ്റുകളാണ് മൊത്തം തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. അതിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് 212 സീറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യത്തിന് 77 സീറ്റ് ലഭിച്ചു. അതിൽ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള NCP എന്നുള്ളത്, നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി എന്ന് പറയുന്നത് ഈ ജൻസികളുടെ പാർട്ടിയാണ്. ഈ കലാപം നയിച്ച വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവരുടെ പാർട്ടിയാണ്. അവർക്ക് കേവലം 6 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം അതാണ്. ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച ആ വിഭാഗത്തിന് അവിടെ ലഭിച്ചത് കേവലം 6 സീറ്റുകളാണെന്നുള്ളതാണ്. അപ്പൊ ആ തരത്തില് അതെ, ഏജൻസി കൂടാണ്. അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തതാണ്. മാത്രമല്ല അന്ന് അമേരിക്കൻ ഭരണകൂടം, ശേഷം ഡെമോക്രാറ്റിക് പാർട്ടികൾ അതിന് പിന്തുണ കൊടുത്തിരുന്നു. അപ്പൊ ആ തരത്തില് ഉണ്ടാക്കിയ ഒരു ഭരണകൂടം വളരെ പെട്ടെന്നാണ് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിന്റെ രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് ബംഗ്ലാദേശിനാണ്. കാരണം ബംഗ്ലാദേശിന്റെ ഏതാണ്ട് 10-14 വർഷത്തെ സുസ്ഥിര ഭരണത്തിലൂടെ അവിടുത്തെ വ്യാവസായിക മേഖല, വിശേഷിച്ചും ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ഉൾപ്പെടെ ഇപ്പൊ GDP ലെവലിൽ തന്നെ ബംഗ്ലാദേശ് വളരെയധികം ഉയരുകയും അവിടുത്തെ ഒരു ദരിദ്ര രാജ്യം എന്നുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് അത് വലിയൊരു മാറ്റത്തിലേക്ക് കുതിക്കുന്ന അവസരത്തിലാണ് ഈ ഭരണമാറ്റം ഉണ്ടാകുന്നത്. അപ്പം അത് എന്തായാലും നമ്മുടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും ഏറെ വഷളാക്കിയിരുന്നു. മാത്രമല്ല അനാവശ്യമായി ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തിരുന്നു. നമുക്കിത് തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള മാലിദ്വീപ്സിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഭരണത്തെ അട്ടിമറിക്കുകയല്ല, ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്നുള്ള തരത്തിലാണ് അവിടെ ഇതുപോലെ നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. അതും ഇന്ത്യക്കെതിരായ ശക്തമായ നിലപാടെടുത്തു. പക്ഷേ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവർ കാലുവാരി ഇപ്പം വീണ്ടും ഇന്ത്യയുടെ പക്ഷം ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ബംഗ്ലാദേശിന്റെ ഒരു പാഠമാണ്, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു പാഠമാണ്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ ശത്രുവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് മാൽദീവ്സ് നയിക്കുന്നത്. നമ്മൾ പാകിസ്ഥാനെ നമ്മൾ ഡിഫറൻറ്റ് ലെവലിൽ നോക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് 1947 ശേഷം തന്നെ ഉണ്ടായ ലോക സാഹചര്യത്തിൽ, വിശേഷിച്ചും കോൾഡ് വാർ കാലഘട്ടത്തിലൊക്കെ അമേരിക്കയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊളോണിയൽ സൂപ്പർ പവേഴ്സിന്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ് പാകിസ്ഥാൻ മുന്നേറുന്നത് തുടക്കം മുതൽ. പാകിസ്ഥാനെ നമ്മളതുകൊണ്ട് സൗത്ത് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് മാറ്റി നിർത്തണം. ഇപ്പൊ ബംഗ്ലാദേശിലുണ്ടായ ഈ ഭരണമാറ്റം ഒരു പരിധിവരെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ ഒരു പരിധിവരെ മെച്ചപ്പെടുത്തുമെന്ന് പറയാം. പക്ഷെ അതേസമയം നമ്മൾ എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശ് നാഷണൽ BNPയുടെ മുൻകാല ഭരണം, അതായത് ഈ നിലവില് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന താരിഖ് റഹ്മാന്റെ അമ്മയുടെ ബീഗം ഹസീന, അപ്പൊ അവരുടെ
ഭരണകാല ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ വഷളായ ഒരു കാലഘട്ടമായിരുന്നു. വിശേഷിച്ചും 2001, 2006 കാലഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെയധികം വഷളാകുകയും ഇന്ത്യയിലെ ഇന്ത്യക്കെതിരായി നീങ്ങുന്ന തീവ്രവാദ ശക്തികൾക്ക് അവിടെ താവളമൊരുക്കുക മാത്രമല്ല, നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ അവിടെ ആയുധവും അതുപോലെ അവർക്ക് സഹായവും അവരെ ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്നതിനും ബംഗ്ലാദേശ് മുന്നിലായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തം വരുന്നത് നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് വരുമ്പോഴാണ്, അവാമി ലീഗിന്റെ ഭരണകൂടം വരുന്ന സാഹചര്യത്തിലാണ്. അപ്പം അതിനുശേഷം നമ്മുടെ ബന്ധങ്ങൾ 2008-2009 മുതൽ ഒരുപാട് മെച്ചപ്പെടുകയുണ്ടായി. അപ്പൊ അത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ തന്നെയാണ് പോയത്. കാരണം നമ്മുടെ 3500-4000 കിലോമീറ്റർ നീളമുള്ള ബോർഡറാണ് ഇന്ത്യയുടെ, അതായത് ബംഗ്ലാദേശിനെ മുഴുവനും കവർ ചെയ്ത് ഭാരതമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലും ബംഗ്ലാദേശിന്റെ സുസ്ഥിരമായ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഭാരതത്തിന്റെ അതിർത്തികൾക്ക് നല്ലതാണ്. പക്ഷെ ഇന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പുതുതായിട്ട് അധികാരത്തിൽ വരുമ്പോഴും പഴയ കാലത്തെ അവരുടെ നയങ്ങളെ പിന്തുടരാനുള്ള സാധ്യത കുറവാണ്. ഞാൻ വിചാരിക്കുന്നത് അന്ന് ഇന്ത്യ വിരുദ്ധ നിലപാടിൽ മുന്നിൽ നിന്ന ആളായിരുന്നു താരിഖ് റഹ്മാൻ. അദ്ദേഹം വന്ന് ഭരണത്തിന്റെ ഔദ്യോഗിക തലത്തിൽ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ശക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം ആ തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ 17 വർഷം അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് ബ്രിട്ടനിൽ പോയതിനു ശേഷം 17 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഈ ഡിസംബറിൽ അവിടെ തിരിച്ചു വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം സ്വീകാര്യത വന്നു. ഒരർത്ഥത്തിൽ നിലവിലുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ രണ്ട് ഗ്രേറ്റ് ലീവുകൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഇത് ബെറ്ററാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ താലിബാൻ മോഡൽ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന് പകരമായിട്ടൊരു താരതമ്യേന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജനാധിപത്യ ഗവൺമെന്റ് വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആശ്വാസകരമാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു വിഷയം, കഴിഞ്ഞ BNPയുടെ ഭരണകാലഘട്ടത്തിൽ ചൈനയുടെയും പാകിസ്ഥാനുമായിട്ടും വളരെ അടുത്തിരുന്നു ബംഗ്ലാദേശ്. സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ടും ആ ഒരു അടുപ്പം അവർ കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ചൈനയാണ് അവിടുത്തെ പ്രധാന ആക്ടറായി വരിക, ബംഗ്ലാദേശിൽ വരിക. അതെ, ഇതിനെ മുതലെടുക്കുന്നത് ചൈനയായിരുന്നു. പിന്നീടാണ് പാകിസ്ഥാനുമായിട്ട് മുഹമ്മദ് യൂനിസിന്റെ ഭരണകാലമാണ്. മുഹമ്മദ് യൂനിസിന്റെ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പഴയ കാലത്തെ BNPയുടെ ഭരണം. 2006 വിഷയമാണ്. അതെ അതെ. അതിനുശേഷം ഈ അതേ തരത്തിലേക്ക് മാറിയത് BNP നമ്മുടെ കഴിഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ട് അവാമി ലീഗിന്റെ ഭരണത്തെ അട്ടിമറിച്ചതിന് ശേഷം യൂനുസിനെ അവിടെ പറിച്ചു നടുകയായിരുന്നല്ലോ. യൂനുസ് ഒരു ജനകീയ നേതാവൊന്നുമല്ല. അദ്ദേഹം ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പ്രോഡക്റ്റ് ആണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരികയും 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിക്കുകയും അതിലെ ജയിലിൽ കിടന്ന അവരുടെ ഒരുപാട് കുറ്റവാളികളായിട്ട് ശിക്ഷിക്കപ്പെട്ടവരെല്ലാം പുറത്തു വിടുകയും ചെയ്തു. ഇതിന് വളരെ ശക്തമായി ഇന്ത്യ വിരുദ്ധ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന് ബംഗ്ലാദേശിനെ നന്നാക്കുന്നതിനേക്കാളും ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടിലൂടെയാണ് അദ്ദേഹം അവിടെ ജനകീയമാകാൻ. ശരിക്കും നമ്മുടെ രാജ്യം ശരിക്കും ശ്വാസം മുട്ടുകയായിരുന്നു അല്ലെ സാർ? നമ്മൾ ഇങ്ങനെയുള്ള ചെയ്ത്തുകൾ കാണുമ്പോൾ, അതും ബംഗ്ലാദേശ് ആവുമ്പോൾ നമ്മുടെ ഭാരതം ശരിക്കും അത് കണ്ട് ഇങ്ങനെയൊക്കെയാണോ ബംഗ്ലാദേശ്, അല്ലെ? സാറിന് അങ്ങനെയല്ലേ തോന്നുന്നേ? അല്ല, ഭാരതത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ബംഗ്ലാദേശിലെ ഇടപെടാൻ കഴിയും. ഭാരതത്തിന്റെ ഇടപെടലിലൂടെയാണ് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം തന്നെ രൂപീകരിച്ചത്. പക്ഷെ പരിമിതി എന്ന് പറയുന്നത് അവിടെ വരുന്ന ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെ വഷളാകുമ്പോഴത്തെ ഏതാണ്ട് 8% ഇപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ. ഒരു കാലഘട്ടത്തിൽ 20% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നതാണ്. അതായത് 1.25 കോടിയോളം ഹിന്ദുക്കളുണ്ട്. അപ്പോൾ അവരുടെ ജീവനിന്റെ സുരക്ഷിതത്വം കൂടെ നമ്മുടെ പരിഗണനയിൽ വരും. അപ്പം നമുക്കൊരു പലപ്പോഴും മിലിറ്റന്റ് ആയിട്ട് ചില നിലപാടുകൾ എടുക്കാൻ കഴിയാതെ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടുത്തെ കമ്മ്യൂണൽ സിറ്റുവേഷനും കൂടെ നമ്മൾ പരിഗണിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഭാരതം എന്ന് പറയുന്നത് പഴയ കാലത്തെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സമീപനത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയില്ല. കാരണം ഇന്നത്തെ ഭാരതം ആ തരത്തിൽ ഇന്ത്യക്കെതിരായ ശക്തികൾക്ക് താവളമൊരുക്കാൻ ബംഗ്ലാദേശിനെ അനുവദിക്കുകയുമില്ല. കാരണം നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കും അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ഈ അയൽ രാജ്യങ്ങളിലെ വിഘടനവാദ സംഘടനകൾക്കാണെങ്കിലും അതുപോലെ തീവ്രവാദ സംഘടനകൾക്കും ഒക്കെ തന്നെ അഭയം നൽകി. ഒരു താക്കീതല്ല സാർ നമ്മുടെ പവർ ഇതാണെന്ന് ഒരു താക്കീത്. അതെ അതിനകത്ത്. അതുകൊണ്ട് ബംഗ്ലാദേശിനെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് കഴിയും. പക്ഷെ നമ്മുടെ നയം അതല്ല. നമ്മളെ സൗഹൃദമായി പോകുക, സമാധാനപരമായി പോകുക, നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്.
കാരണം വികസനത്തിന്റെ പാതയിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതലും മുതൽ മുടക്ക് നടത്തിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. അതിന്റെ ബെനിഫിറ്റ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ആ രാജ്യത്തിന് ഉണ്ടാകുകയും ചെയ്തു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ താരിഖ് റഹ്മാന്റെ മുന്നിൽ 4-5 പ്രധാന വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ 2 വർഷമായി തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം അവിടുത്തെ വ്യാവസായിക മേഖല ഒരുപാട് വഷളാകുകയുണ്ടായി. അപ്പൊ ആ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. മറ്റൊന്ന്, അവിടുത്തെ ക്രമസമാധാന പാലനമാണ്. അപ്പം ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് നിലവിലുള്ളത്. ഒരുപാട് നിരപരാധികളായ ഹിന്ദുക്കളും ഹിന്ദു ക്ഷേത്രങ്ങളും അവരുടെ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെയാണ് അവാമി ലീഗിലെ പ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ നിരവധി ആക്രമണങ്ങൾക്ക് വിധേയമായി. ഒരുപാട് അന്താരാഷ്ട്ര ഇടപെടലുകൾക്കും അതിന് കാരണമായി. എന്നാൽ പോലും ആ ഒരു സിസ്റ്റത്തെ, കാരണം ജമാഅത്തെ ഇസ്ലാമി ഇന്നും ബംഗ്ലാദേശിൽ ശക്തമായിട്ടുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായി അവർ മാറിയിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം. മറ്റൊന്ന്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം. കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. കാരണം അവർക്ക് അവരുടെ അവകാശങ്ങളോടെ അവിടെ ജീവിക്കാൻ കഴിയണം. ആ സാഹചര്യം അത് ഒരുക്കുക എന്നുള്ളത്. കാരണം ഇന്നത്തെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ തച്ചുടച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിന് മുന്നേറാൻ കഴിയില്ല. കാരണം ഈ യൂനുസിന്റെ കാലഘട്ടത്തിൽ തന്നെ ഹിന്ദുക്കൾക്കെതിരായ ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി അമേരിക്ക തന്നെ മുന്നിൽ വരികയുണ്ടായി, താക്കീത് കൊടുക്കുകയുണ്ടായി. കാരണം അതിന് അതിൽ പ്രതികളെയൊക്കെ പിടിക്കാനും കേസെടുക്കാനും ഒക്കെ ഗവൺമെന്റ് തയ്യാറായതിന്റെ പ്രധാന കാരണം അന്താരാഷ്ട്ര പ്രശ്നമാണ്, വിശേഷിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ, ചൈന, അമേരിക്ക ഈ 3 രാജ്യങ്ങളുമായിട്ട് ബന്ധം അവർക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ഭാരതവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ അയൽ രാജ്യമായ ഭാരതത്തോടുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ട ആവശ്യം, അവരുടെ ഊർജ ആവശ്യങ്ങൾക്കുള്ള എനർജി, വിശേഷിച്ചും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഓയിൽ ആണെങ്കിലും ഇന്ത്യ വഴിയാണ് പോകുന്നത്, ഇന്ത്യ കൊടുക്കുന്നതാണ്. അതുപോലെ മറ്റു പല കാര്യങ്ങളും അവരുടെ വ്യവസായത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പം ടെക്സ്റ്റൈൽസ് മേഖലയിൽ നൂലുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത്, മെഷീനറി ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് പോകുന്നത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ്, ഇപ്പം കേരളത്തിലെ ഒരു കാലത്ത് ഉൽപ്പാദിച്ചിരുന്ന ഈ കേരള ഓട്ടോമൊബൈൽസ്, ഓട്ടോറിക്ഷ നമ്മുടെ തിരുവനന്തപുരത്ത്, അത് പൂർണ്ണമായിട്ടും ബംഗ്ലാദേശ് ആയിരുന്നു. അതുപോലെ കാരണം ആ തരത്തില് ചുരുക്കത്തിലേക്ക് വരാമോ സാർ? ചുരുക്കത്തിലേക്ക് വരാമോ? അതായത് ബംഗ്ലാദേശ് ഒരു പുതിയ ഭരണത്തിലേക്ക് മാറുമ്പോൾ അവരുടെ ചരിത്രത്തിലെ ഒരു പുതിയ ചാപ്റ്റർ കൂടെയാണ്. അതായത് ഏതാണ്ട് 55 വർഷത്തെ ചരിത്രമാണ് ബംഗ്ലാദേശിനുള്ളത്. ഈ 55 വർഷത്തെ ചരിത്രത്തിൽ ഏതാണ്ട് 20 വർഷം മാത്രമാണ് ഭാരതവുമായിട്ട് നല്ല ബന്ധം ബംഗ്ലാദേശ് വെച്ച് പുലർത്തിയിരുന്നത്. അത് പ്രധാനമായിട്ടും അവാമി ലീഗ് ഭരിച്ച കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ അവരുടെ നിലപാടുകൾ ഭാരതത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഭാരതത്തിനെതിരായി മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭാരതത്തിന്റെ ആവശ്യമല്ല, ബംഗ്ലാദേശിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റം ബംഗ്ലാദേശിനെ പുതിയ പാതയിലേക്കും വികസന പാതയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പഴയ ഇന്ത്യ അല്ല ഇന്ത്യ. അതുപോലെ ഇന്ത്യക്കെതിരായ ശക്തികൾക്ക് താവളമൊരുക്കാൻ ഇന്ത്യ അനുവദിക്കുകയുമില്ല. അതും അവർക്ക് തിരിച്ചറിയാം. മാത്രമല്ല അവരുടെ വികസനത്തിന് ഇവിടെ സമാധാനം ആവശ്യമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് നദീജല തർക്കമുണ്ട്, അതൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഭാരതവുമായി ഒരു സമന്വയത്തോടെ സൗഹൃദത്തോടെ പോകുന്ന ബംഗ്ലാദേശ് ആയിരിക്കും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുക. ഈ സൗത്ത് ഏഷ്യയിലേക്കും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ.